കരുനാഗപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷന്റെയും ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലും തെക്കുംഭാഗം AG സഭയുടെ നേതൃത്വത്തിലും ഈ ദേശത്ത് സുവിശേഷമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന ദൈവത്തിന്റെ വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് പലപ്പോഴും മനുഷ്യൻ മറന്നുപോയി. യേശുവിനെ മറന്ന് യേശുവിന്റെ ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ തരുണത്തിൽ ദൈവത്തിന്റെ വചനം നാം ശ്രവിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. യഹൂദായിലെ ബേത്ലഹേമിൽ യേശു കർത്താവ് ജനിച്ചപ്പോ ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. മനുഷ്യനെല്ലാം സമാധാനത്തിനു വേണ്ടി ഈ ലോകത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോ അനേകരും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി എവിടെ നിന്ന് അല്പസമാധാനം തരും, എവിടെ നിന്ന് എനിക്ക് അല്പ സന്തോഷം ലഭിക്കും, ഈ ലോകത്തിൽ സന്തോഷകരമായി ജീവിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് മനുഷ്യൻ ആമേൻ വേവലാതിയോടെ ഓടി നടക്കുമ്പോ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, യേശു കർത്താവിലൂടെ സമാധാനമുണ്ട്, യേശു കർത്താവിലൂടെ സന്തോഷമുണ്ട്. യേശു കർത്താവ് നിന്റെ പാപത്തെ ക്ഷമിക്കുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ആമേൻ. യേശു കർത്താവിനെ പറ്റിയുള്ള നിർമ്മല സുവിശേഷം ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് കേൾക്കുവാൻ ഇടയായി തീരും. ടെസ്റ്റുകളുടെയിൽ ശുശ്രൂഷിക്കുന്ന ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദിനേശ് അവർ മുന്നോട്ട് കടന്നു വന്ന ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ, പ്രത്യേകിച്ച് മാലിഭാഗം സാംബശിവൻ സ്മാരക ജംഗ്ഷനിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഈ ഉച്ചക സമയം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഭവനത്തിനകത്ത് വളരെ തിരക്കോടെ ഉച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ ഞങ്ങൾ കുറെ പേര് ഈ പ്രദേശത്ത് വന്ന് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മുഖവരകളില്ലാതെ ഞങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. ഡിസംബർ മാസം എല്ലാവർക്കും ഇഷ്ടമുള്ള മാസമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ മാസം 25-ാം തീയതി ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എല്ലാ മനുഷ്യരും ആഘോഷിക്കുന്ന സമയമാണ്. ഇതാണ് ഡിസംബർ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റു പല പ്രത്യേകതകളുണ്ട്. ഈ വർഷം അവസാനിക്കാൻ പുതിയൊരു വർഷം വരവേൽക്കുന്ന സമയം കൂടെയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ മാസം യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സമയമാണ്. അതിനെ ആഘോഷിക്കുന്ന സമയമാണ്. എനിക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ മാത്യു പാസ്റ്റർ ചില വാക്കുകളിൽ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആഘോഷത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ യേശുവിനെ കൂടാതെ ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു വെച്ചു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാനുള്ളതാണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം. ഞങ്ങളും ഒരു ആഘോഷമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ന് നമുക്കറിയാം ഡിസംബർ മാസം 25-ാം തീയതി, അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ക്രിസ്മസിന്റെ അന്ന് ഒരു ഭയങ്കര മത്സരം നടക്കുന്നുണ്ട്. അതെന്ത് മത്സരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ദിവസമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ പരിമിതമായ അറിവ് വെച്ച് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ ഈ താലൂക്ക് ഇതിന്റെ കാര്യത്തിൽ ഏറ്റവും
മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഒരു വലിയ മത്സരമാണ്. അപ്പോ ഈ മത്സരത്തിൽ മിക്കപ്പോഴും കരുനാഗപ്പള്ളി എത്താറുണ്ട്. ഈ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഒക്കെ എത്തുന്നവര് അങ്ങനെ വലിയ ഒരു വ്യത്യാസത്തിലല്ല, വളരെ കുറച്ച് വ്യത്യാസത്തിലാണ്. ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചു തീർക്കുന്ന ദിവസമാണ് ഇന്ന്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയൊക്കെ ആഘോഷിക്കാൻ കുടുംബങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അനേക കുടുംബങ്ങളിൽ കണ്ണുനീരാണ്, നിരാശയാണ്. ഈ ക്രിസ്മസിനെങ്കിലും എന്റെ പപ്പ സന്തോഷത്തോടെ ഭവനത്തിലൊന്ന് വന്നെങ്കിൽ, അല്ലേ, സമാധാനത്തോടെ ഈ ക്രിസ്മസ് ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് ഇങ്ങനെ ആഘോഷിച്ച് തീർക്കാൻ വേണ്ടിയാണോ? അല്ല. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാനുള്ളതാ. പക്ഷേ അത് അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ മദ്യത്തിന് കൊടുത്ത് മയക്കുമരുന്നിന് അടിമകളായി, അല്ലെ, ആഘോഷിക്കാനുള്ളത് ആഘോഷമല്ല, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷം. പിന്നെ എങ്ങനെ ഉപദേശി ആഘോഷിക്കേണ്ടത് എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയാം, യേശു വന്നത് എന്തിനാണെന്ന് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒന്ന് അറിയണം. അറിഞ്ഞിട്ട് യേശു വന്നതിന്റെ പ്രയോജനം അനുഭവിക്കണം. ഇന്നിവിടെ ഞങ്ങൾ കുറെ മനുഷ്യർ ഈ വെയിലത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് ക്രിസ്തു ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് അനുഭവിക്കുന്നത് കൊണ്ടാണ്. അത് പറയാനാണ് അല്പനിമിഷം ഞങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, അല്ലെ, വിശുദ്ധ മേരിയോട്, കന്യകാമറിയത്തോട് ദൂതൻ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മകളെ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന് നമ്മുടെ ഇടയിൽ വസിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ തേജോമയനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, ആർക്കും അടുത്തു ചെല്ലാൻ പറ്റാത്ത ഭയങ്കര തേജസ്സിന്റെ പ്രഭയുള്ള ദൈവത്തിന് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. നമുക്കറിയാം, നട്ടുച്ച നേരമാ. ഈ സൂര്യന്റെ ഈ പ്രകാശത്തിന് മുമ്പിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പറയുക, ആർക്കെങ്കിലും 1 മിനിറ്റ് ഈ സൂര്യനെ ഒന്ന് നോക്കി നിൽക്കാൻ പറ്റുമോ? 1 മിനിറ്റ് എന്തിന്, 10 നിമിഷം നമുക്ക് നോക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രഭയുള്ള ദൈവം, തേജസ് വാരിച്ചുറ്റിയ ദൈവത്തിന് നമ്മുടെ അടുക്കലേക്ക് ഒന്ന് വന്നു വസിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുത്തെ ആ തേജസ്സോടുകൂടെ ഇവിടെ ഇറങ്ങി വന്നാൽ നമുക്കാർക്കും അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. പകരം അവിടുന്ന് നമ്മെ പോലെ ഒരു മനുഷ്യനായി, ഒരു സാധാരണ മനുഷ്യനായി, ഏറ്റവും എളിമയിൽ, ഏറ്റവും ദരിദ്രമായ ചുറ്റുപാടിൽ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ക്രിസ്തുമസ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. ദൈവം നമ്മോട് കൂടെ. ഇന്ന് ഞാൻ ഈ പ്രദേശത്തുള്ളവരോട് വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഇവിടെ വന്ന് സന്തോഷത്തോടെ നിൽക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പറയുന്ന കർത്താവ് ഞങ്ങളുടെ അകത്ത് വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഈ ദൂത് ഞങ്ങൾ വിളിച്ചു പറയുന്നത് സമാധാനമില്ലാത്ത കുടുംബത്തിൽ, സ്വസ്ഥതയില്ലാത്ത കുടുംബത്തിൽ, പാപം നിറഞ്ഞ കുടുംബത്തിൽ, അല്ലെ, സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ നിരാശയിലിരിക്കുന്ന കുടുംബത്തിൽ ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു എന്ന് പറഞ്ഞ നസ്രയനായ യേശു ദൈവപുത്രൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് പോരാ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുമ്പോഴാ ഈ ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. അതിനാ ഞങ്ങൾ ഇവിടെ വന്നത്. യേശു എന്ന പേരിന്റെ അർത്ഥം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. എന്താ പേരിന്റെ അർത്ഥം? രക്ഷകൻ, അല്ലെ? യേശുവിന്റെ പേരിന്റെ അർത്ഥം രക്ഷകൻ, എല്ലാവർക്കും അറിയാം. പക്ഷേ ദേശത്തോട് ഞാൻ ചോദിക്കട്ടെ, ആ പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടി, പക്ഷേ രക്ഷകനെ പിടികിട്ടിയോ? എന്റെ ചോദ്യം, എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഒരു രക്ഷകനെ വേണ്ടി വന്നത്? ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവനെ യേശു എന്ന പേരിടണം. പ്രിയപ്പെട്ട ദേശമേ, നമ്മുടെ പാപം വലിയൊരു പ്രശ്നമാ. നമുക്കറിയാം, മനുഷ്യരാശി മുഴുവൻ പാപത്തിലാ. ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മദ്യപാനവും ആസക്തികളും മനുഷ്യന്റെ ഈ കാര്യങ്ങളൊക്കെ എന്താ കാരണം?
മനുഷ്യൻ പാപിയായതുകൊണ്ടാ. ദൈവത്തോടുള്ള അനുസരണക്കേടാണ് പാപം. പാപം ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. പാപം ചെയ്താൽ ദൈവം വീട്ടിൽ കാണില്ല, കുടുംബത്തിൽ കാണില്ല, ഹൃദയത്തിൽ കാണില്ല. ആളുകൾ വിചാരിക്കുന്നത് എന്ത് പാപം ചെയ്താലും ദൈവം കൂടെ കാണുമെന്ന ബൈബിൾ പറയുന്നത്. പാപം ചെയ്യുന്ന ദേഹിയോട് ദൈവത്തിന് പറയാൻ ഇത്രയേ ഉള്ളൂ, പാപത്തിന്റെ ശമ്പളം മരണമാ. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പക്ഷെ പാപത്തോട് ദൈവത്തിന് വെറുപ്പാ. കാരണം ദൈവം പരമപരിശുദ്ധന. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ രക്ഷിക്കാൻ ഒരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്ന് കണ്ടത് ദൈവം തന്നെയാ. അങ്ങനെയാ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ഓമന കുമാരൻ ദൈവത്തോടുള്ള തന്റെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് താഴ്ചയിലായി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാ? ദൈവത്തിൽ നിന്ന് പാപം നിമിത്തം ദൈവ തേജസ് നഷ്ടപ്പെട്ട് അകന്നുപോയ പാപികളായ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ, ദൈവത്തോട് നിരപ്പിക്കാൻ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം തരാൻ, സമാധാനം തരാൻ, അതിനുവേണ്ടിയാ ദൈവപുത്രൻ വന്നത്. അതുകൊണ്ടാ മാലാഖമാർ ഇങ്ങനെ പാടിയത് അല്ലേ? ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വരുമ്പോഴാ സമാധാനം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പണം നിങ്ങൾക്ക് സമാധാനം തരത്തില്ല. എത്ര പണമാ ഈ ക്രിസ്മസിന് വേണ്ടി പൊടിക്കുന്നത്, ആഘോഷങ്ങൾക്ക് വേണ്ടി പൊടിച്ചു തീർക്കുന്നത്? സമാധാനമുണ്ടോ? ഇല്ല. അടുത്ത ദിവസം വിഷമമാ, ദുഃഖമാ. എന്താ മനുഷ്യന്റെ സമാധാനത്തിന് പറ്റിയത്? ഞാൻ നിങ്ങളോട് പറയാം, പാപമാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. വിശുദ്ധ വേദപുസ്തകം റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എല്ലാവർക്കും പരിചയമുള്ളതാ. ആ വാക്യത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ടെന്ന. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ പോകാൻ പറ്റുകയില്ല. പകരം ദൈവപുത്രൻ വന്ന് പാപത്തിന് പരിഹാരമുണ്ടാക്കി. വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിനാൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പണം കൊണ്ട് സമാധാനം നേടാൻ പറ്റുകയില്ല. നീയും ദൈവവുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണം. എന്താ താങ്കളും ദൈവം തമ്മിലുള്ള പ്രശ്നം? താങ്കളുടെ പാപമാ, താങ്കളുടെ ജീവിതത്തിലെ മറുതലിപ്പാ, ദൈവത്തോടുള്ള മത്സരമാ. സഹോദരങ്ങളെ, ഈ മറുതലിപ്പും മത്സരവും പരിഹരിക്കാൻ മനുഷ്യന്റെ നേർച്ച കാഴ്ചകൾക്കോ മനുഷ്യനതായ സൽപ്രവൃത്തി കൊണ്ടോ പറ്റുകയില്ല. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ദൈവവുമായിട്ടുള്ള ഈ അകൽച്ച പരിഹരിക്കാൻ മാർഗം പറഞ്ഞു കൊടുത്തിരിക്കുക. മതങ്ങളെല്ലാം പറയുന്നത് ദൈവവുമായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യൻ നന്നായിട്ടൊന്ന് കുമ്പസരിച്ചാൽ മതി, പോയി ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി. ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ പാപമങ്ങ് ക്ഷമിക്കുമെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചവഞ്ചിയിൽ കൊണ്ടുപോയി കുറച്ച് പൈസ ഇട്ടാൽ പാപത്തിന് പരിഹാരം വരും. അതുമല്ലെങ്കിൽ പാപം പരിഹരിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് കുറെ ആളുകളെ മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധന്മാരോ ശ്രേഷ്ഠന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അവർ നമുക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ടാകും. നമുക്ക് എങ്ങനെയും ജീവിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇതല്ല ബൈബിളിന്റെ മാർഗം. ബൈബിളിന്റെ മാർഗം എന്ന് പറയുന്നത് പാപികളായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നിരപ്പിക്കുവാൻ ഒരു മധ്യസ്ഥന്മാരുമില്ല. ബൈബിള് പറയുന്നു, യേശുക്രിസ്തു എന്ന ഒറ്റ മധ്യസ്ഥൻ. ഞങ്ങളത് ധൈര്യത്തോടെ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു. പാപിയായ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനല്ലാതെ മറ്റൊരു മധ്യസ്ഥനുമില്ല, മറ്റൊരു വ്യക്തിയുമില്ല. യേശു എന്ന ഏക രക്ഷകനല്ലാതെ മറ്റൊരു സഹരക്ഷകയും മറ്റൊരു സഹരക്ഷകനുമില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ വന്നത് രക്ഷിക്കാനാ. ആ രക്ഷ ദൈവപുത്രൻ എങ്ങനെയാ നൽകിയത്? ബൈബിള് പറയുന്നു, പാപത്തിന്റെ ശിക്ഷയായ മരണം കാൽവറിയിൽ യേശു വഹിച്ചു. സകല മാനവജാതിയുടെയും പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ യേശു ക്രിസ്തു തന്റെ കൈകാലുകളെ വിരിച്ചു കൊടുത്തപ്പോൾ, ആ കൈകാലുകളിൽ കാരിരുമ്പാണി അടിച്ചു കയറ്റിയപ്പോൾ, അവിടുത്തെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ, അവിടുന്ന് ഒഴുകിയ രക്തം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഏത് കൊടിയ പാപിയെയും പാപത്തിന്റെ പരിഹാരത്തിനും ഈ രക്തം പരിഹാരമാണ്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നേർച്ച കൊണ്ടും കാഴ്ച കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒന്ന് നിർത്തിയിട്ട്
ഇന്ന് ഞങ്ങൾ ഈ സന്ദേശം ഈ ക്രിസ്മസ് ദിവസം വിളിച്ചു പറയുന്നു. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ധൈര്യമായി വന്ന് ഒരു വാക്ക് പറ, കർത്താവേ, ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഞാൻ ഒരു പാപിയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ സഭയുടെയും ഞാൻ വിശ്വസിച്ചിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ, നേർച്ച നേർന്നാൽ, കാണിക്കവഞ്ചിയിൽ 10 പൈസ ഇട്ടാൽ, എനിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ മധ്യസ്ഥത അണച്ചാൽ ആ മധ്യസ്ഥത കൊണ്ട് എന്റെ പാപം പരിഹരിക്കുമെന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഠിപ്പിച്ചും പറഞ്ഞും വെച്ചിരിക്കുന്നതൊക്കെ മണ്ടത്തരമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ വേദപുസ്തകത്തിലേക്ക് വരണം. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ഈ സുവിശേഷമൊക്കെ വിളിച്ചു പറയുമ്പോൾ ചിലരൊക്കെ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപദേശി പാസ്റ്റർക്കറിയില്ല, ഞങ്ങൾ അഥവാ പാപിയായി മരിച്ചാൽ ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് ചില പരിപാടികളുണ്ട്, മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആളുകളുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളങ്ങ് സ്വർഗത്തിൽ പൊയ്ക്കോളാം. ഞാൻ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, മനുഷ്യൻ ജീവനോടിരിക്കുമ്പോ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാനും നിങ്ങളും ന്യായാസനത്തിന്റെ മുമ്പാകെ എത്തേണ്ട ഒരു ദിവസമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മരിച്ചതിന് ശേഷം നേർച്ച കിട്ടാലോ കാഴ്ച കിട്ടാലോ ഒരു ഫലവുമില്ല. ജീവനോടെ ഇരിക്കുമ്പോ ഈ സത്യദൈവത്തെ വിശ്വസിച്ച് ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് പാപപരിഹാരത്തിനായി ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന കർത്താവേ, അങ്ങന്റെ പാപം ക്ഷമിക്കണമേ, അങ്ങേ ഞാൻ എന്റെ കർത്താവും രക്ഷിതാവും സ്വീകരിക്കുന്നുവെന്ന് ഏറ്റുപറയുമ്പോ ബൈബിൾ പറയുന്നു, അവർക്ക് പുതിയ ജീവിതം ലഭിക്കും. അതിന് സാക്ഷികളാണ് ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും. ഞങ്ങളാരും 10 പൈസ കൊടുത്ത് രക്ഷ പ്രാപിച്ചവരല്ല. 10 പൈസ അല്ല, 100 കോടി കൊടുത്താലും രക്ഷ കിട്ടത്തില്ല കേട്ടോ. രക്ഷ സൗജന്യമാ. ബൈബിൾ പറയുന്നു, സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രിസ്തുമസ് ദിവസത്തില് അവൻ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ഒരു സന്ദേശമേ ഉള്ളൂ. ഈ ക്രിസ്തുമസ് നിങ്ങളുടെ മാറ്റത്തിന്റെ ദിവസമാകട്ടെ. ഈ ക്രിസ്തുമസ് യേശു എന്ന രക്ഷകനെ അകത്ത് സ്വീകരിച്ച് പുതുജീവിതത്തിന് തുടക്കമാകുന്ന ദിവസമാകട്ടെ. ഇന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോടുള്ള രക്ഷ സൗജന്യമാ. ഈ ദിവസം നിങ്ങൾ പ്രാപിക്കേണ്ടത് അതാ. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം വേണമെങ്കിൽ ഈ കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരണം. ഞാൻ ലോകത്തിൽ സമാധാനം തരുവാനായി വന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിലെ സമാധാനങ്ങളും ഇവിടുത്തെ താൽക്കാലിക സൗഭാഗ്യങ്ങളും ഇവിടുത്തെ സുഖങ്ങളുമൊക്കെ ഇവിടെ അവസാനിക്കും. മരണം എന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. ആ മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു നിത്യത ഉറപ്പാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത്. ഈ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അതാ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു പുതുജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെട്ടനുമായ ഞങ്ങളുടെ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഈ വർഷാവസാന സമയത്ത് കർത്താവിന്റെ ഹല്ലേലൂയ ജന്മോത്സവം കൂടുന്ന ഈ സമയം ഞങ്ങൾക്ക് ചേർന്ന്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ ചേർന്ന് ദേശത്തോട് രക്ഷയുടെ ശുശ്രൂഷ അറിയിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഒരു കാലത്ത് കർത്താവെ, ഞങ്ങൾക്കും ഹല്ലേലൂയ കർത്താവിനെ വേണ്ടവണ്ണം അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗം ഞങ്ങളെ കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ, ലോകസ്ഥാപനത്തിനു മുമ്പേ ഞങ്ങളെ കണ്ട കർത്താവ് ഞങ്ങളെ സമയങ്ങളിൽ വേർതിരിച്ച് ഹല്ലേലൂയ ഈ മഹാഭാഗ്യത്തിൽ ഉടമകളാക്കിയപ്പോൾ ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഭൂമിയിലൊക്കെയും പോയി എന്റെ സാക്ഷികളായി തീരുക. അങ്ങനെ ഈ ദേശത്ത് കടന്നു വരുവാൻ, ഈ ദേശവാസികളോട് ഈ രക്ഷയുടെ ദൂതറിയിക്കുവാൻ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ വരവേറ്റ ആസന്നമായിരിക്കാൻ ചിലരോടെ ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരുണ്ട് ഈ ദേശത്ത്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവെ ഈ രക്ഷയുടെ ദൂതറിയിക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തില് കർത്താവെ, അവരുടെ ഹല്ലേലൂയ സ്തോത്രം, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കർത്താവെ യേശുവിനെ ഹല്ലേലൂയ ഉള്ളുകൊണ്ട് സ്വീകരിപ്പാനുള്ള ദൈവകൃപ അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷമേലും
ദൈവസാന്നിധ്യം ഇറങ്ങണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ എന്റെ കർത്താവ് ഇടയാക്കണമേ. ഈ ദേശത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഹല്ലേലൂയ ദൈവസഭയില് ഈ വരും ദിവസങ്ങൾ അനേകർ കടന്നു വന്ന് ഹല്ലേലൂയ ഞങ്ങൾക്കും രക്ഷിക്കപ്പെടണം, രക്ഷയിലേക്ക് വരണമെന്ന് പറയുവാൻ അനേകർ തയ്യാറാകുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവേ സ്തോത്രം. ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വന്ന് അങ്ങയുടെ നാമം ഉയർത്താൻ വീണ്ടും കർത്താവ് ഭാഗ്യമൊരുക്കിയതിനായ സ്തോത്രം. ആദ്യോടെ തിരുമേടെ തിരുസാന്നിധ്യം മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. മോഹങ്ങൾ കൊണ്ട് വീരനോടി ഞാൻ സ്വർഗ്ഗഭാഗ്യങ്ങൾ മേടിച്ചു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരനോടി ഞാൻ സ്വർഗ്ഗഭാഗ്യങ്ങൾ മേടിച്ചു. ആവിയാൽ ജീവിച്ചപ്പോൾ താഴെ ആവിയാൽ ജീവിച്ചപ്പോൾ താഴെ
വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. ദൂരവെയല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. ദൂരവെയല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടുമലകളിലോ റോഡ് തെരുക്കളിലോ കാട്ടുമലകളിലോ റോഡ് തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. വെള്ളത്ത് യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്ത് യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ. കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാ എന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ.
രാവിലെ സമയം മുതൽ ഈ തെക്ക് ഭാഗം അതിന്റെ പരിസര പ്രദേശങ്ങളിലും മാറ്റമില്ലാത്ത സത്യസുവിശേഷവുമായി ദൈവമക്കളായി ഞങ്ങൾക്ക് കടന്നു വരുവാനും ഈ ദേശനിവാസികളോട് രക്ഷിക്കുന്ന ശക്തിയെക്കുറിച്ച്, രക്ഷിക്കുന്ന ഉടയവനെ കുറിച്ച് സാക്ഷിപ്പാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മാറ്റമില്ലാത്ത സുവിശേഷ സത്യം ഗ്രഹിച്ച കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്ക് ഇന്ന് പകൽ ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ സത്യം തള്ളിക്കളയരുത്. നിങ്ങൾ ഈ രക്ഷയുടെ മാർഗം ഉപേക്ഷിച്ചു കളയരുത്. രക്ഷിപ്പാൻ യേശുവിന്റെ മാർഗം മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ആ നാമം ഞങ്ങൾ ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. ആമേൻ. കൂടുതലായ വിഷയത്തെ കുറിച്ച് അറിയുവാൻ ഈ സമീപസ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു വിശുദ്ധ ആരാധനാലയമുണ്ട്. അവിടെ കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ മാത്യു അവർ കുടുംബമായി താമസിക്കുകയും മടത്തിൽ ജംഗ്ഷന് സമീപമുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആ വിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നിങ്ങളുടെ സംശയ നിവാരണത്തിനും വന്നു ചേരണമേ എന്ന് ഞങ്ങൾ ഹാർദവമായി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അംഗീകരിച്ച് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം അറിയും. സർവകൃപാലുമായ ദൈവം അതിനവസരം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ ദൈവവചനം ശ്രദ്ധിച്ച ബഹുമാന്യരായ ദേശവാസികളെ, ഈ നാട്ടുകാരെ, ഭവനവാസികളെ, നിങ്ങളോടെല്ലാവരോടും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സകല മാനവജാതിയുടെയും രക്ഷിക്കാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യജാതിയെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവേ, അങ്ങയുടെ രക്ഷിപ്പിന്റെ ശക്തിയെ കുറിച്ച് ഈ ദേശത്തും വിളിച്ചു പറയാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കിയല്ലോ. പ്രിയ കർത്താവേ, വചനം കേട്ട ജീവനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ യേശു കർത്താവിന്റെ രാജ്യത്തിൽ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങയുടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ, ക്രിസ്തുയേശുവിനെ അംഗീകരിക്കുവാൻ, യേശുവിൽ കൂടെയുള്ള പാപമോചനം പ്രാപിപ്പാൻ നീ അവർക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ യാതൊരു കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ ദേശത്തെ നീ അനുഗ്രഹിക്കണമേ, ശ്രേഷ്ഠകരമായി നടത്തണമേ. ഒരു അനർത്ഥങ്ങളും ഒരു പകർച്ചവ്യാധികളും ഒരു ബുദ്ധിമുട്ടുകളും പെട്ടെന്നുള്ള മരണങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഇവിടെ സംഭവിക്കാതെ കർത്താവ് ഈ ദേശത്തെ സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷാവസാനം അനുഗ്രഹത്തിന്റെ ദിനങ്ങളാക്കി അവർക്ക് തീർത്ത് നട്ട് യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ. ഈ ദേശത്തെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞ ദൈവം നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാതി രാജാവായി